ആരംഭിക്കുന്നു. വാമന പുരാണം 2ാം ഭാഗം. ഇവന്മാരുടെയൊക്കെ വിചാരം എന്താച്ചാ, ഇങ്ങനെയുണ്ടോ ഒരു കൊട്ടാരങ്കാവൽക്കാര്, ഇങ്ങനുണ്ടോ ഒരു പരിശോധന. നോമിനാണ് ഇക്കിളിയായിട്ട് പാടില്ല. അല്ല, സ്ഥാനത്തിട്ടുള്ള പരിശോധന ആരെ ആ ഇക്കിളിപ്പെടുത്താത്തെ വൃത്തിയേട്ടന്മാര്. തനിക്കൊന്നും തന്നെ അറിയില്ല. നോമേ ഒരു ശുദ്ധ ബ്രാഹ്മണ. നോമിന് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറിച്ചല്ല. നമ്മെ ആരും പരിശോധിക്കില്ല. നമുക്ക് രാജകൊട്ടാരത്തിന്റെ അന്തഃപുരങ്ങളിലും രാജാവിനെയും എപ്പോ വേണമെങ്കിലും മുഖം കാണിക്കാം. അതിനുള്ള ലൈസൻസ് ആടോതായി കിടക്കുന്നേ. നിനക്കൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നാട് വാഴുന്ന രാജാവും ഒരു ബ്രാഹ്മണനും തമ്മിലുള്ള അവിഹിത ബന്ധം കാവൽക്കാരെ നിനക്കൊന്നും അറിയില്ല. നിനക്കൊക്കെ ഞാൻ അറിയിച്ചു തരാവടോ. പ്രഹ്ലാദ പൗത്രനായ അങ്ങയുടെ ധർമ്മിഷ്ഠതയും ഭരണതന്ത്രജ്ഞതയും അങ്ങ് ത്രിലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്നു. അങ്ങയുടെ ഭരണത്തിൽ
അയൽ രാജ്യത്തെ രാജാക്കന്മാർ എന്തിന് ദേവന്മാർ പോലും അസൂയാലുക്കളാണ്. അങ്ങേക്ക് ഈ ബ്രാഹ്മണ ബാലന്റെ പ്രണാമം. ശ്രേഷ്ഠനായ ബ്രാഹ്മണബാല, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാമലനാട്ടിലെ രാജവീതികളും ഞാനും എന്റെ പ്രജകളും സന്തുഷ്ടരായി. പറയുക, എന്താണ് ഈ ഉള്ളവൻ ചെയ്യേണ്ടത്? അസുര മഹാരാജാവ് മഹാബലി തമ്പുരാൻ നീണാൾ വാഴട്ടെ. അങ്ങയുടെ ചെയ്തികൾ ഇനിയും കീർത്തി കൊള്ളട്ടെ. പ്രഭു, ദാരിദ്ര്യം കൊണ്ട് മുഴുവൻ പട്ടിണിയിലായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ബാലനാണ് ഞാൻ. ഇത്രയും കാലം മുണ്ട് മുറുക്കിയെടുത്ത് ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്ത് കാലം കഴിച്ചു. ഇനിയുള്ള കാലം അങ്ങയുടെ ഈ രാജ്യത്ത് ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്ത് ഈ ജന്മം സഫലമാകണം. അതിന് മടിക്കാ ചോദിക്കൂ വാമന, ഇതൊക്കെ എന്ത് വേണം? അതിനായി എനിക്കൊരിടം വേണം. കർമ്മങ്ങൾ ചെയ്യാനായി 3 അടി മണ്ണ് ദാനമായി തരാൻ എനിക്ക് കനി ഉണ്ടാകണം. സമ്പത്ത് അതി പ്രഹ്ലാദപൗത്രന്റെ മുൻപിൽ ഹിമാലയം പോലെ നിൽക്കും. സ്വർഗവും ഭൂമിയും പാതാളവും അതി മഹാബലിക്ക് സ്വന്തം. എന്റെ പ്രജകൾ എന്നും എവിടെയും സന്തുഷ്ടരാണ്. നമ്മുടെ രാജസദസ്സിലെത്തി നമ്മെ മുഖം കാണിച്ച് 3 അടി മണ്ണ് ചോദിച്ച് നീ എന്നെയും എന്റെ രാജ്യത്തെയും അപമാനിക്കുകയാണോ വാമന? നിനക്ക് എന്ത് വേണം? സ്വർണങ്ങൾ, രത്നങ്ങൾ, പവിഴങ്ങൾ, നിനക്ക് എന്ത് വേണം വാമന? അസുര മഹാരാജാവ് മഹാബലി തമ്പുരാൻ നീണാൾ വാഴട്ടെ. പ്രഭു, അങ്ങയുടെ വാമൊഴി ഈ വാമനന് രോമാഞ്ചം കൊള്ളിക്കുന്നു. ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഉള്ളവന്റെ ലക്ഷ്യം. അതിനായി 3 അടി മണ്ണ് തന്നെ ധാരാളം. അല്ലെങ്കിലും കുള്ളരായി എനിക്ക് എന്തിന് ഇത്ര അധികം സമ്പത്ത്? ഈ മാമലനാടും അതിനപ്പുറവും നമ്മുടെ അധീനതയിലുള്ള പ്രദേശം. ഈ മണ്ണിൽ നടക്കുന്ന നിന്റെ കർമ്മങ്ങളാൽ നമ്മുടെ രാജ്യം കൂടുതൽ സമ്പുഷ്ടിയുള്ളതാകട്ടെ. ആരെവിടെ വാമന് വേണ്ട ദാനം നൽകാനുള്ള ഏർപ്പാടുകൾ ആരംഭിക്കട്ടെ.
അസുര മഹാരാജാവ് മഹാബലി, നീ എവിടെയാണ്? എന്റെ ഒന്നാമത്തെ കാൽവെപ്പിൽ നിന്റെ അധീനതയിലായിരുന്ന ഭൂമി എന്റെ അധീനതയിലായിരിക്കുന്നു. നീ എവിടെ? എന്റെ രണ്ടാമത്തെ കാൽവെപ്പിൽ നിന്റെ സ്വർഗം നിനക്ക് നഷ്ടവും എനിക്ക് സ്വന്തവുമായിരിക്കുന്നു. നീ എവിടെ? നീ എവിടെ? വാമന, നീ ആരാണ്? ഞാനാണ് ഇങ്ങോട്ട് അയച്ചത്. നാമാരായാലെന്താ? നീ നിന്റെ വാക്ക് പാലിക്കുക. ത്രിലോകവും പാടി പുകഴ്ത്തുന്ന നിന്റെ ദാന ധർമ്മിഷ്ഠത നീതിപൂർവ്വം നടപ്പിലാക്കുക. പറയൂ, ഞാൻ എന്റെ മൂന്നാമത്തെ കാൽവെപ്പ് എവിടേക്ക് വയ്ക്കും? പ്രഭു, ഇതൊരു പരീക്ഷണമായിരുന്നു. അസുരനായിരുന്നെങ്കിലും ഞാനും ഒരു ഭക്തനായിരുന്നില്ലേ? ഇത്രയും കാലം നീതിക്ക് നിരക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്? കെട്ടിപ്പറ്റ സാമ്രാജ്യം തകരുകയാണോ? പറയൂ, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? പറയൂ, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഇന്ദ്രനെ പോലും തപസ് ചെയ്ത് പരാജയപ്പെടുത്തിയ അസുര രാജ, നിനക്ക് എന്ത് പറ്റി? എന്റെ ദാനധർമ്മിഷ്ഠതയുടെ യശസ് തകരുകയാണോ? അസുര രാജ, പ്രഹ്ലാദ പൗത്ര, ഈ പ്രഹ്ലാദന്റെ പൗത്രം തന്നെയല്ലേ? നിർത്ത് വാമന, എന്റെ മൂന്നാമത്തെ കാൽവെപ്പ് എന്റെ ശരീരത്തിൽ തന്നെ ആകട്ടെ. എന്നും ആർക്ക് മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ശിരസ് നിനക്ക് മുൻപിൽ ഞാനിന്ന് കുടിച്ചു തരുന്നു. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞല്ലേ, എന്തിന് ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ പയ്യെ ചവിട്ടണമെന്ന്? എടാ, ഞാൻ ഇനി പതുക്കെ ചവിട്ടിക്കോളാം. കാലിന്ന് വിടടാ. ഇല്ലടാ, വിടില്ല. ഇത് നിന്റെ ഒടുക്കത്തെ ചവിട്ടായിക്കോടാ. ഇതെന്ത് പണിയാണോ ഫിറോസെ കാണിച്ച്? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഞാനിനില്ല, എനിക്കിനി വയ്യ. എന്നാടാ ഈ പറയുന്നേ? ഓണത്തിന് ഇത്ര ദിവസം കൂടെ ഉള്ളൂ. എല്ലാ വർഷവും ഞാൻ തന്നെയല്ലേ മാവേ? കളിച്ച് കളിച്ചാൽ മടുത്തു. കണ്ട് ഈ കാണികൾക്ക്. ഇന്നലെ നാടകക്കാരന്റെ ഉള്ളിലും ഒരു മനുഷ്യനുണ്ട്. അതെ, പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനിനി ഇല്ല, എനിക്കിനി വയ്യ. എന്താടാ?
നീ പോടാ. നീ പോടാ തലയാ. കൂട്ടരെ, മഹാബലി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒന്നും ഇന്നും ഒരുപോലെ ആരാധിക്കുന്ന ദാനധർമ്മിഷ്ഠൻ. ഈ നാടകം കാണാൻ വന്നിരിക്കുന്നവര് ഭൂരിഭാഗം പേരും മഹാബലി ആരാധിക്കുന്നവരല്ലേ? അല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, നീ പറഞ്ഞ ശരിയല്ല. എന്തുകൊണ്ട്? അന്നത്തെയും ഇന്നത്തെയും ജനത ആരാധിച്ചിരുന്നത് മഹാബലി എന്ന മിത്തിനെയല്ല, അത് ഉയർത്തിപ്പിടിച്ച വ്യവസ്ഥിതിയായിരുന്നു. അവിടെ തുല്യത ഉണ്ടായിരുന്നു, സമത്വം ഉണ്ടായിരുന്നു. സമത്വം അത് നീ ഉൾപ്പെടുന്ന ദേവപക്ഷം ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ദേ, നോക്കൂ സുഹൃത്തുക്കളെ, ഇവൻ അസുരപക്ഷത്തിനു വേണ്ടി വാദിക്കുന്നു, നിരീശ്വരവാദിയെ പോലെ സംസാരിക്കുന്നു, പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. നമ്മളൊക്കെ വിശ്വാസികളല്ലേ, നമ്മൾ ദേവപക്ഷത്തിൽ നിൽക്കണം. മൂന്നടി മണ്ണ ചതിപ്രയോഗത്തിലൂടെ നീ തകർത്തത് മൊത്തസുന്ദരമായ വ്യവസ്ഥിതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാബലി എന്ന മിത്ത് ഉയർത്തിയ ആശയത്തെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ചതിയനായ വാമനെ? പറയൂ, നിങ്ങൾ ആരുടെ വശത്ത് നിൽക്കും? മഹാബലിയുടെയോ അതോ വാമനന്റെയോ? മഹാബലിയുടെയോ അതോ വാമനന്റെയോ? മഹാബലിയുടെയോ അതോ വാമനന്റെയോ? മഹാബലിയുടെയോ അതോ വാമനന്റെയോ? എന്തായിരുന്നു മഹാബലി ആരാധിച്ച കുറ്റം? പറയണോ? അത് അയാൾ ഒരു ദാനധർമ്മിഷ്ഠനൊക്കെ ആയിരുന്നെങ്കിലും അയാൾ ഒരു അഹങ്കാരിയായിരുന്നു. പിന്നെ നിങ്ങൾ എന്റെ കോമാളിയെ കളിയാക്കിയില്ലേ? കൊമ്പം വീഴ്ചക്കാരനുമെന്നും കൂടെ വരണമെന്നും പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയില്ലേ? കടകളായ കടകളുടെ മുൻവശത്തൊക്കെ മഹാബലിയെ നിങ്ങൾ പ്രതിഷ്ഠിച്ചില്ലേ? സുന്ദരമായ ഒരു ഭരണകൂടം വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്ത് അധിനിവേശം നടത്താൻ കണ്ടെത്തിയ ആരോപണം കൊള്ളാം. പ്രിയപ്പെട്ടവരെ, വാമനൻ എന്ന മിത്ത് അധിനിവേശത്തിന്റെ ആശയമാകും. പുതിയ അധിനിവേശ തന്ത്രങ്ങളെ തിരിച്ചറിയുക. അത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയിലുണ്ട്, നമ്മുടെ വസ്ത്രത്തിലുണ്ട്, ആഹാരത്തിലുമുണ്ട്. എന്തിനധികം പറയുന്നു, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരെയുണ്ട്. കൂട്ടുകാരെ, വാമനന്മാരെ സൂക്ഷിക്കുക, പുതിയ അധിനിവേശ തന്ത്രങ്ങളെ തിരിച്ചറിയുക.
കൂട്ടുകാരെ, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നന്ദി. നമ്മുടെ നാടകം വീക്ഷിച്ചതിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ബാലസംഘത്തിൻ്റെ പേരൂർക്കട കലാവേദിയാണ് ഇവിടെ ഇന്ന് പെർഫോം ചെയ്തതെന്നുള്ളതാണ്. നമുക്ക് ഇതൊരു സ്ഥിര കലാവേദിയാണ്. നമുക്കറിയാം, വേനൽത്തുമ്പി എന്ന് പറയുന്ന ഏഷ്യയിലെ ചലിക്കുന്ന തിയേറ്ററുകളിൽ ഒന്നാമതായിട്ടുള്ള വേനൽത്തുമ്പിയുടെ ഒരു സ്ഥിര കലാവേദിയായിട്ടാണ് ബാലസംഘം പേരൂർക്കട ഏരിയ കലാവേദി നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതിൽ അഭിനയിച്ച അഭിനേതാക്കളെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം. ഇതിൽ വാമനനായിട്ട് അഭിനയിച്ചത് മനുവാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കരവുളം വില്ലേജ് കമ്മിറ്റിയിലുള്ളതാണ്. ഇതിൽ നമ്മുടെ മഹാബലിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആദർശാണ്. +1-ലാണ്. കരവോളം വില്ലേജ് കമ്മിറ്റിയാണ്. അതോടൊപ്പം ബാലസംഘം പേരൂർക്കട ഏരിയ സെക്രട്ടറിയാണ്. അടുത്തതായി നമ്മുടെ ഇവിടെയുള്ള കൂട്ടുകാരാണ് മിന്നാര. ഇപ്പോൾ കോളേജിലാണ്. കരവോളം വില്ലേജ് സെക്രട്ടറിയാണ്. അതോടൊപ്പം അഭിനവ് കരവോളം വില്ലേജ് പ്രസിഡൻ്റാണ്. മെഹർ ചേച്ചി LLB പഠിക്കുകയാണ്. കരവോളം യൂണിറ്റിലുള്ളതാണ്. അടുത്തത് നമ്മുടെ ആര്യയാണ്. ആര്യ നെട്ടയം വില്ലേജ് കമ്മിറ്റിയിൽ നിന്നുള്ളതാണ്. ശബാനയും കരവോളത്തുള്ളതാണ്. ഞാൻ മീരാകൃഷ്ണ, ബാലസംഘം പേരൂർക്കട ഏരിയ പ്രസിഡൻ്റാണ്. നന്ദി. വളരെ നല്ല രീതിയിൽ